ഹലോ മുത്തുമണിയല്ലേ, എന്തൊക്കെ പാടിസുമല്ലേ? അപ്പോൾ ഞാൻ നമ്മുടെ കളങ്കാവൽ സിനിമയെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് പോണത്. കളങ്കാവൽ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ആയിട്ടുള്ള മൂവികളിൽ നമ്പർ 1 ലിസ്റ്റിൽ ഉള്ള മൂവിയാണ് കളങ്കാവൽ. ഈ വരുന്ന നവംബർ 27 ലോകമെമ്പാടും വമ്പൻ റിലീസിനാണ് ഒരുങ്ങുന്നത്. അത് നമ്മുടെ വേഫെയർ കമ്പനി വിതരണത്തിനെടുക്കുന്ന ഒരു മമ്മൂക്ക ചിത്രം കൂടിയാണ്. മമ്മൂക്ക കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമക്കുണ്ട്. മമ്മൂക്ക കട്ട വില്ലനായിട്ട് വരുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതില് മമ്മൂട്ടിയുടെ ലുക്ക് തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒരു ആളെ നേരിട്ട് കണ്ടാൽ ഒരു ജെന്റിൽമാൻ, അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ഇങ്ങനെ ചീകി ഇങ്ങനെ ഒരു നല്ലൊരു ഷർട്ടും ഫാൻ്റൊക്കെ ഇട്ട് വരും, ഒരു ജെന്റിൽമാൻ ലുക്ക്, നോർമൽ ഒരു ജെന്റിൽമാൻ ലുക്ക് നമുക്ക് തോന്നി. ചിലപ്പോൾ ഒരു പോലീസാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു തരം ലുക്കാണ്. പക്ഷേ ആളെ വണ്ടിയുടെ നമ്പർ അടക്കം ഒരു തമിഴ്നാട് രജിസ്ട്രേഷനാണ്. ഞാൻ പറഞ്ഞത് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞത് തമിഴ്നാട് കേരള ബോർഡറിൽ നടക്കുന്ന ഒരു കഥ കൂടിയാണ് ഈ സംഭവം. അതും അങ്ങനത്തെ ഒരു വണ്ടി നമ്പർ സാധാരണ ഒരു സാധാരണ ഒരു ഉണ്ടാവൂല. പക്ഷെ എന്നാലും ഇതിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. ഈ സിനിമ തന്നെ മൊത്തം നിഗൂഢതകളാണ്. ഇതിന്റെ ഡയറക്ടറൊക്കെ പറഞ്ഞത് ചിത്രം മമ്മൂക്കയുടെ ഒരു വേറിട്ട, അതായത് പുള്ളിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നുണ്ടാകും, നിങ്ങളത് അനുഭവിച്ചറിയും. അതുപോലെ തന്നെ അതിൽ വർക്ക് ചെയ്ത വേറെ ഒരാളും പറഞ്ഞു ചിത്രം തീയാണെന്ന് പറഞ്ഞത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷ വെക്കാനുള്ള എല്ലാം ഒത്തിണങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ വില്ലൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം വില്ലനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു സിനിമ നമ്മുടെ പാലേരി മാണിക്യത്തിന്റെ ചെറിയൊരു ഷെയ്ഡൊക്കെ വരുമെങ്കിലും അതിനേക്കാളൊരു, അതായത് ഒരു റിയൽ സ്റ്റോറിയാണ്. അതായത് നടന്നിട്ടുള്ള ഒരു നമുക്കറിയാം സൈനൈഡ് മോഹന്റെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കഥയും കൂടിയാണ്. ആ ഒരു ക്രിമിനലിന്റെ കഥയാണ് മമ്മൂക്ക ഇതിൽ അവതരിപ്പിക്കുന്നത്. അത് കുറച്ച് സിനിമാറ്റിക് കൂടിയായിട്ടാണ്. അതും ക്ലാസും മാസും ത്രില്ലും എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മമ്മൂക്കയുടെ ഒരു വേറിട്ട ഒരു ചിത്രം. അതും ഏറ്റവും കൂടുതൽ മമ്മൂക്ക കട്ട വില്ലനിസം കാണിക്കാൻ പോകുന്ന ഒരു ചിത്രം കൂടിയാകും ഇത് എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മള് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി കൊടുമൺ പോറ്റിക്ക് ബ്രഹ്മയുഗത്തിലെ, പക്ഷെ അതിലും അദ്ദേഹം വില്ലനാണ്. പക്ഷെ അതിനൊക്കെ മറിച്ച് വെക്കുന്ന അല്ലെങ്കിൽ കവച്ച് വെക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിൽ നായകനായി നമ്മുടെ വിനായകനാണ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് വില്ലനായിട്ടാണ് മമ്മൂക്ക വരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ചിത്രത്തിന് എത്രത്തോളം പ്രത്യേകത ഉണ്ട്. കാരണം അദ്ദേഹം വില്ലനായിട്ട് വിനായകനെ നായകനാക്കുമ്പോഴത്തേ നമുക്ക് പ്രതീക്ഷിക്കാം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. ഇതിന്റെ ട്രെയിലർ നവംബർ 9 ഞായറാഴ്ച വരുമെന്നാണ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു അറിവ്. അതിന്റെ സെൻസറിങ് എല്ലാം അതായത് ട്രെയിലറിന്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുന്നു, പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുന്നു. അത് ഏകദേശം 1 മിനിറ്റും 50 സെക്കൻഡുമാണ് ഇതിന്റെ ട്രെയിലറിന്റെ ഒരു ഡ്യൂറേഷൻ. അതും ഒരു ത്രില്ലിംഗ് ഉള്ള ട്രെയിലറാണെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. നമുക്ക് ഒരുപാട് കോരിത്തെരിപ്പിക്കാനുള്ള എല്ലാ സംഭവം ട്രെയിലറിലുണ്ട്, പടത്തിൽ അതിനേക്കാൾ ഉപരി ഉണ്ട് എന്നാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ട്രെയിലർ കൂടി വന്നാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ധാരണ ഉണ്ടാവുള്ളൂ. ഒരുപാട് നിഗൂഢതകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നായികമാർ അഭിനയിക്കുന്ന മലയാളത്തിലെ ഒരു ഫസ്റ്റ് മൂവി ആയിരിക്കും ഇതെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ സിനിമ നായികമാര് അഭിനയിക്കുന്ന ഒരു മലയാള ചിത്രം കൂടിയാവും നമ്മുടെ കളങ്കാവല്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഒരുപാട് പറഞ്ഞ അതിന്റെ ഒരു രസച്ചരട് പൊട്ടിക്കണ്ട. എന്തായാലും നമുക്ക് നവംബർ 27 വരെ ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നവംബർ 9 വരെ നമ്മുടെ ഇതിന്റെ ട്രെയിലറിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോളി, കമന്റ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ.